ദൈവത്തിന് സ്തോത്രം. ദൈവ കുഞ്ഞാട്, ദൈവവും കുഞ്ഞാടും രണ്ട് വ്യക്തികളാണോ? ഇവിടെ ദൈവ കുഞ്ഞാടെന്ന് പറയുന്ന ഇത് സാധാരണ ജനങ്ങൾക്ക് തെറ്റിദ്ധരിക്കുന്ന വിധത്തിലാണ് ജനങ്ങൾ, ക്രൈസ്തവ സമൂഹം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞാടെന്ന് പറഞ്ഞാൽ എന്താണ് ബൈബിൾ പ്രകാരം നമ്മൾ ചിന്തിക്കുന്നത്? ഒന്ന് വായിച്ചേ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 1 മുതൽ 1 വായിച്ചേ. ആരാധനക്കാർക്ക് ഒരിക്കൽ ശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെ കുറിച്ചുള്ള മനോബോധം പിന്നെ യാഗം കഴിച്ചിട്ട് നിന്നു പോകുന്നു. ഇനി അതിന്റെ 10-12 കിടന്ന് വായിച്ചു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏക യാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഇരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠം ആകുമ്പോഴും ഏക യാഗത്താൽ. അതിന് 26-ാം വാക്യം കൂടെ വായിച്ചു. 10-26. പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ പ്രതീക്ഷയും എതിരുകളെ വിധിക്കാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. ഒരു കുഞ്ഞാടെന്ന് പറഞ്ഞാൽ ബൈബിൾ പ്രകാരം ഉദ്ദേശിക്കുന്നത് ഒരു യാഗവസ്തുവാണ്. പാപപരിഹാരത്തിന് വേണ്ടിയുള്ള ദൈവത്തിന്റെ ഒരു യാഗവസ്തുവാണ് കുഞ്ഞാട്. അതേ വാക്ക് തന്നെയാണ് പുത്രൻ അല്ലെ മനുഷ്യൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നാം സാധാരണ മനുഷ്യനെ ഉദ്ദേശിച്ചല്ല ഞാൻ പറയുന്നത്. അതേ വാക്ക് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്താ ഈ പുത്രത്വം എടുത്ത് എന്തിനു വേണ്ടിയാ? മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട്, മക്കൾ ജഡത്തോടും രക്തത്തോടും കൂടിയവരാകൊണ്ട് അവനും ആരാ? പിതാവും ജഡത്തോടും രക്തത്തോടും കൂടിയവനായി വന്നു. ഉദ്ദേശം എന്താ? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതികളിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിക്കണം. അപ്പൊ വിടുവിക്കുവാൻ വേണ്ടിയാണ്, പാപത്തിന്റെ പരിഹാരത്തിൽ നിന്ന് വിടുവിക്കുവാൻ വേണ്ടിയാണ് ഈ ശരീരം എടുത്തത്. ഈ ശരീരത്തെ തന്നെയാണ് ദൈവം പാപപരിഹാരത്തിന് വേണ്ടി സ്വീകരിച്ച ഈ ജഡത്തെ തന്നെയാണ് ദൈവ കുഞ്ഞാടെന്ന് പറയുന്നത്. ആ കുഞ്ഞാടെന്നുള്ള പ്രയോഗത്തിൽ നിന്നും പഴയ നിയമകാലത്ത് പാപപരിഹാരത്തിന് വേണ്ടി ദൈവം ഉപയോഗിച്ചത് ഈ കുഞ്ഞാടിനെയാണ്. ആ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് 1 വർഷത്തെ പാപം മാത്രം പരിഹരിച്ച് അവ മുൻപോട്ട് പോകുമ്പോൾ ഒരു മൃഗത്തിനും എന്നേക്കുമുള്ള പാപപരിഹാരം കൊടുക്കുവാനായിട്ട് വ്യവസ്ഥ ഇല്ലായിരുന്നു. എന്നേക്കുമുള്ളൊരു പാപപരിഹാരത്തിന് വേണ്ടി ദൈവം എന്താ ചെയ്തത്? ദൈവം ഒരുക്കിയ ഒരു പദ്ധതിയാണ്, രക്ഷണ്യ പദ്ധതിയാണ് ദൈവത്തിന്റെ കുഞ്ഞാടെന്ന് പറയുന്നത്. ദൈവവും ദൈവത്തിന്റെ കുഞ്ഞാടും രണ്ട് വ്യക്തികൾ അല്ല. ഇന്ന് ക്രൈസ്തവ സമൂഹം പഠിപ്പിക്കുന്ന 2 വ്യക്തികളാണെന്നാ. ഈ ദൈവ കുഞ്ഞാടിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്ന കുറച്ച് യാഥാർത്ഥ്യങ്ങൾ തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ എടുത്തു തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ അല്പസമയം നിങ്ങളുടെ മുൻപിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് വെളിപ്പാട് 5:6 വായിച്ചേ. ഈ കുഞ്ഞാട് എവിടെ ഇരിക്കുന്നു നോക്കാം. 5:6. ഞാൻ ശ്രദ്ധിക്കണേ, ആ വാക്യം ശ്രദ്ധിക്കണം. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും. എന്താ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? വായിച്ചു വായിച്ചു. മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. യോഹന്നാൻ കണ്ടതാ. എവിടെയാ കണ്ടത്? ആത്മാവിലാ കണ്ടത്. എവിടെയാ കണ്ടത്? സിംഹാസനത്തിന്റെ നടുവിൽ. സിംഹാസനത്തിന്റെ നടുവിൽ പിതാവല്ലേ ഇരിക്കുന്നത്?
പിന്നെ കുഞ്ഞാട് കയറി ഇരിക്കാൻ പറ്റുമോ? സിംഹാസനത്തിന്റെ നടുവിൽ കുഞ്ഞാടാണോ ഇരിക്കുന്നത്? ഇതൊന്നും വിശദീകരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത് മറിക്കാതെ 7:17 ഒന്ന് വായിച്ചു. 7:17 സിംഹാസനത്തിന്റെ അപ്പൊ കുഞ്ഞാട് എവിടെ ഇരിക്കുന്നത്? സിംഹാസനത്തിന്റെ നടുവിലാ കുഞ്ഞാടിരിക്കുന്നത്. വേറൊരു പിതാവുണ്ട്. ഈ കുഞ്ഞാടും പിതാവും 2 വ്യക്തികളാണെങ്കിൽ ആ പിതാവ് എവിടെ ഇരിക്കും? നടുവിൽ കയറി കുഞ്ഞാടിരിക്കുകയല്ലേ, നടുക്ക് കുഞ്ഞാടിരിക്കുക. അപ്പൊ ഈ പിതാവ് എവിടെ ഇരിക്കും? ഏതെങ്കിലും ഒരു സൈഡിലായിരിക്കും അല്ലേ? ഇന്ന് ക്രൈസ്തവധർമ്മം പഠിപ്പിക്കുന്ന പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ നിൽക്കുന്നുവെന്നാണ്. അങ്ങനെ ബൈബിളിൽ വാക്യമില്ല. പിതാവിന്റെ വലതുവശമെന്ന് വാക്യമില്ല. നമ്മുടെ മലയാളത്തിലെ ചില തെറ്റുകളാണ്. ബൈബിൾ പറയുന്നു റൈറ്റ് ഹാൻഡ് ഓഫ് ഗോഡ് എന്ന, ദൈവത്തിന്റെ വലങ്കരത്തിന്മേൽ. ദൈവം എന്ന് പറഞ്ഞ ആത്മാവാ. ആത്മാവിന് വലങ്കരമുണ്ടോ? ആത്മാവിന് വലങ്കരമുണ്ടോ? ഇല്ല. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വലങ്കരം എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന്റെ പൂർണ്ണ അധികാരത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ പൂർണ്ണ അധികാരത്തെ. അപ്പോ ഈ കുഞ്ഞാട് സിംഹാസനത്തിന്റെ നടുവിൽ ഇരിക്കുന്നു എന്ന് പറഞ്ഞാലുണ്ടല്ലോ, കേന്ദ്ര വിഷയം ആരാ? ദൈവത്തിന്. സിംഹാസനത്തിൽ ദൈവം ഇരിക്കുന്നുണ്ട് കേട്ടോ, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ആ ദൈവം ആയിരിക്കുമ്പോൾ ദൈവം ആത്മാവാ. ഈ ആത്മാവായിരിക്കുന്ന ദൈവത്തിന്റെ ആ സിംഹാസനത്തിലേക്ക് ദൈവത്തിന്റെ നടുക്ക് ഇരിക്കുന്ന ആരാ? കുഞ്ഞാടാ. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ആത്മാവായ ദൈവത്തിന്റെ ഏറ്റവും അതിശ്രേഷ്ഠമായ വിഷയം മനുഷ്യവർഗത്തിന്റെ പാപത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ്. ആ പദ്ധതിക്കാണ് 1-ാം സ്ഥാനം. അതാണ് നടുവിലുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വീണ്ടെടുക്കപ്പെട്ട ദൈവത്തെ ആരാധിക്കുന്നതിന്റെ കാരണം. മനുഷ്യനെ സൃഷ്ടിച്ച് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ദൈവം തീരുമാനമെടുത്തു. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അതിനു മുമ്പേ ദൈവം തീരുമാനമെടുത്തു, ഇല്ലേ? എന്താ തീരുമാനമെടുത്തു എന്നുള്ളതിന് തെളിവ് വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൽ 8-ാം വാക്യം വായിച്ചേ. വെളിപ്പാട് 13:8. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവപുസ്തകം. ജീവപുസ്തകം ആരുടെയാ? ദൈവത്തിന്റെയാ. ഇവിടെ കുഞ്ഞാടിന്റെ ജീവപുസ്തകം. ഹല്ലേലൂയ. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ആരെയും. അപ്പോ ഇവിടെ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട, ലോകം സ്ഥാപിച്ചപ്പോൾ ഒരു കുഞ്ഞാട് അറുത്തു. ദൈവത്തിന്റെ കുഞ്ഞാട് അറുക്കപ്പെട്ടു. അറുക്കപ്പെട്ടോ? ഈ ലോകം സ്ഥാപിച്ചപ്പോൾ ദൈവ കുഞ്ഞാട് അറുക്കപ്പെട്ടോ? ദൈവ കുഞ്ഞാട് എന്നാ അറുത്തത്? യാഗമായത് 2026 വർഷമായിട്ടുള്ളൂ, അല്ലേ? പക്ഷെ ബൈബിൾ പറയുന്നു ലോകസ്ഥാപനം മുതൽ ദൈവ കുഞ്ഞാട് അറുക്കപ്പെട്ടെന്നോ. എന്താ പറയുന്നത്? ലോകം സ്ഥാപിച്ച ദൈവ കുഞ്ഞാട് ലോക സ്ഥാപനത്തിൽ അറുക്കപ്പെട്ടു എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. വാസ്തവത്തിൽ ദൈവ കുഞ്ഞാട് അറുക്കപ്പെട്ടത് എപ്പോഴാണ്? 2026 വർഷങ്ങൾക്ക് മുമ്പേ കാൽവറിയുടെ ഗിരിത്തടത്തിൽ വെച്ചാണ് അത് യാഗമായത്. പക്ഷെ വെളിപ്പാട് പുസ്തകം പറയുന്നത് ലോക സ്ഥാപനം മുതൽ അറുക്കപ്പെട്ടു. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? എന്തു മനസ്സിലാക്കാൻ കഴിയും? ആരെങ്കിലും ചോദിച്ചാൽ ഈ ബൈബിള് ഇവർ ചോദിക്കുന്നുണ്ട്, സാധാരണ ആൾക്കാർ ചോദിക്കുന്നുണ്ട്, സർവ്വ സൃഷ്ടിക്കും യേശു ക്രിസ്തു സർവ്വ സൃഷ്ടിക്കും ആദിജാതനാണ്. യേശു ക്രിസ്തു സർവ്വ സൃഷ്ടിക്കും ആദിജാതനാണ്. അപ്പം ഈ സകല സൃഷ്ടിക്കും ആദിജാതനാണ് യേശു ക്രിസ്തു. അപ്പം യേശു ക്രിസ്തു എന്ന് പറയുന്ന ഈ പുത്രത്വം നിത്യതയിലേ ഉണ്ടായിരുന്നു, നിത്യത മുതലേ ഉണ്ടായിരുന്നു.
എല്ലാ സൃഷ്ടിയും ഉണ്ടാകുന്നതിന് മുമ്പ് ഈ പുത്രൻ അവിടെ ഉണ്ടായിരുന്നാ പറയുന്നത്. ശരിയാണോ? യേശുക്രിസ്തു നിത്യപുത്രനാണോ? അല്ല. പുത്രൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതിനൊരു ആരംഭം ഉണ്ടെന്ന് അതിന്റെ അർത്ഥം. സങ്കീർത്തനക്കാരൻ എന്താ പറയുന്നത്? നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അല്ലേ? ഇന്ന് എന്ന് പറയുന്ന ഒരു ആരംഭം പുത്രത്വത്തിനുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: അപ്പൊ ലോക സ്ഥാപനം മുതൽ ദൈവത്തിന്റെ കുഞ്ഞാട് അറുക്കപ്പെട്ടെന്ന് പറയുന്നു. അങ്ങനെ എവിടെങ്കിലും അർത്ഥമായിട്ട് ബൈബിളിലുണ്ടോ? ഇല്ല. ഇതിന്റെ അർത്ഥം എന്താ? മനുഷ്യൻ പാപം ചെയ്യുമെന്നും ഏദൻ തോട്ടത്തിൽ അവൻ പരാജയപ്പെടുമെന്നും അറിയാവുന്ന സർവ്വജ്ഞാനിയായ ദൈവത്തിന്റെ പദ്ധതിയിൽ, ദൈവത്തിന്റെ മാസ്റ്റർ മൈൻഡിൽ, ദൈവത്തിന്റെ പദ്ധതിയിൽ അന്നേരം തന്നെ അവൻ തീരുമാനമെടുത്തു. ദൈവത്തിന്റെ കുഞ്ഞാട് അവിടെ തന്റെ മനസ്സിൽ അറുക്കപ്പെട്ടു. അപ്പൊ ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ടത് എവിടെയാ? ആത്മാവായ ദൈവത്തിന്റെ നടുവിൽ, ഉള്ളിൽ, തന്റെ മനസ്സിൽ. നമ്മളൊരു വീട് പണിയുകയാണെങ്കിലേ ആദ്യം ആ വീട് പണിയുന്നതിന് മുമ്പ് എവിടെ ഉണ്ടാവും? നമ്മുടെ മനസ്സിൽ. ആ മനസ്സിലെ പ്ലാൻ ഒരു എഞ്ചിനീയറോട്, ഒരു സിവിൽ എഞ്ചിനീയറോട് പറഞ്ഞു കൊടുത്തിട്ട് അദ്ദേഹം അതെന്ത് ചെയ്യും? ഒരു പേപ്പറിൽ വരയ്ക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന അതേ രീതിയിൽ ഞങ്ങൾക്ക് ഇത്ര റൂം വേണം, ഇന്ന ക്രമീകരണങ്ങൾ വേണമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മനസ്സിലുള്ള ആ രൂപം പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം അത് വരയ്ക്കുന്നു. അതിനുശേഷം നമുക്ക് പൈസ ഉണ്ടാകുമ്പോൾ അതുപോലെ ഒരു വീട് പണിയുന്നു. എന്ന് പറഞ്ഞാൽ മനുഷ്യവർഗം പാപം ചെയ്തപ്പോൾ, പാപം ചെയ്യുമെന്നറിയാവുന്ന ദൈവം പാപം ചെയ്യുന്നതിന് മുൻപേ അവന്റെ ആ നല്ല മനസ്സിൽ, അവന്റെ ശുദ്ധ മനസ്സിൽ മനുഷ്യവർഗത്തിനു വേണ്ടി ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. അതാണ് ലോകസ്ഥാപനം മുതൽ അറക്കപ്പെട്ടത്. അതിന്റെ പൂർത്തീകരണം വന്നതിന് മുമ്പേ ഡിസംബർ പറഞ്ഞല്ലോ എവിടെ എന്നാ? ഇത് തന്റെ പദ്ധതിയിൽ ലോകം സ്ഥാപനം മുതൽ ഈ കുഞ്ഞാട് ഒരു യാഗമാകുന്ന വസ്തുത തന്റെ മനസ്സിലുണ്ട്. ഈ മനസ്സിലെ യാഗം എന്ന് നടന്നു കാലസമ്പൂർണതയിൽ ഈ ദൈവ കുഞ്ഞാട് ഇവിടെ കടന്നു വന്നു. അതിനുശേഷം മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരത്തിനു വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്നു. ഈ കാൽവരിയിൽ യാഗമാകുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഈ കുഞ്ഞാട് നമുക്ക് വേണ്ടി യാഗമായി. എവിടെ? ആത്മാവായ സർവശക്തനായ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത്. ലേലുയ. തന്റെ മനസ്സിന്റെ അന്തർഗതത്തിൽ അത് യാഗമായി. അതാണ് ദൈവ ലോകസ്ഥാപനം മുതൽ അർക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ എവിടെയാണ്? തന്റെ മനസ്സിലാ, തന്റെ പദ്ധതിയിലാ, തന്റെ ആലോചനയിലാ, തന്റെ വിചാരത്തിലാ. പാപം ചെയ്യുന്നതിന് മുമ്പ് അവൻ നമുക്ക് വേണ്ടി പരമയാഗമായി തീരുവാനുള്ള പദ്ധതി നമ്മുടെ സ്വർഗത്തിലെ തമ്പുരാൻ, സ്നേഹസ്വരൂപനായ ദൈവം, അതിലെ സൃഷ്ടിതാവായ ദൈവം അതൊരുക്കി. വേറൊരു ഭാഗത്ത് പറയുന്നത് സൃഷ്ടിതാവ് തന്നെയാണ് രക്ഷകനായിട്ട് വന്നത്. ഇല്ലേ? ആണോ? ഒന്ന് വായിച്ചേ. ഒന്ന് വായിച്ചേ. ആവർത്തന പുസ്തകം 32:6 വായിച്ചേ. ആവർത്തനം 32:6. അവനല്ലോ എന്റെ പിതാവ്. യഹോവയെ കുറിച്ച് അവനല്ലോ എന്റെ പിതാവ്, നിന്റെ ഉടയവൻ, നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ അവനാണ്, അവരല്ല. സൃഷ്ടിച്ചവൻ വേറൊരുത്തൻ, രക്ഷിക്കുന്നവൻ മറ്റൊരുത്തൻ. അങ്ങനെയല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. സൃഷ്ടിച്ചവൻ വേറൊരുവൻ, തൃത്വത്തിൽ ഒന്നാമൻ, രക്ഷിക്കുന്നവൻ തൃത്വത്തിൽ രണ്ടാമൻ. ഇത് ബൈബിളിലെ പ്രമാണമല്ല, ഇത് സാത്താനിക പ്രമാണമാണ്. ഈ സാത്താനിക പ്രമാണം നമുക്ക് വേണ്ടേ വേണ്ട. നമുക്ക് ബൈബിളിലെ പ്രമാണം മതി. ഹല്ലേലൂയ. സൃഷ്ടിക്കുന്നവൻ പിതാവ്, രക്ഷിക്കുന്നവൻ പുത്രൻ എന്ന് നമുക്ക് പറയാമെങ്കിലും ഇത് രണ്ട് വ്യക്തികളല്ലേ? അല്ല. ഒന്നുകൂടെ വായിച്ചേ.
വായിച്ചു. പോഷത്വവും അജ്ഞാനവുമുള്ള ജനമേ, പോഷത്വവും അജ്ഞാനവുമുള്ള ജനം ഇങ്ങനെയോ നിങ്ങൾ യഹോവയ്ക്ക് പകരം കൊടുക്കുന്നത്. യഹോവയ്ക്കിട്ട് പകരം വെക്കുക. ദൈവം രണ്ടാണെന്ന് പറഞ്ഞ് അവരുടെ പകരം വീട്ടുക ചെയ്യുന്നത്. തൃത്വത്തിൽ ഒന്നാമൻ, തൃത്വത്തിൽ രണ്ടാമൻ, ഇങ്ങനെയോ നിങ്ങൾ യഹോവയ്ക്ക് പകരം വീട്ടുന്നത്. അവനല്ലോ നിന്റെ പിതാവ്, നിന്റെ പിതാവ് ഒരുത്തനാ, അവനാണ് നിന്റെ പിതാവ്, നിന്റെ ഉടയവൻ. നിന്റെ ഉടയവൻ. അവനല്ലോ നിന്നെ സൃഷ്ടിക്കുകയും രക്ഷിക്കുകയും ചെയ്തവൻ. നിന്റെ സൃഷ്ടിതാവും നിന്നെ രക്ഷിക്കുന്നവനും അവനാണ്, അവരല്ല. തിരുവഴുത്തിൻ പ്രകാരം അവൻ തന്നെ രക്ഷകനാണ്. അവൻ തന്നെ, നമുക്കറിയാം യെശയ്യാവ് 25:9 അത് തന്നെ വായിക്കുന്നുണ്ട്. രക്ഷകൻ ഒരാൾ തന്നെയാണ്, സൃഷ്ടിതാവ് തന്നെയാണ് രക്ഷകൻ. വേറെ ഒരുത്തരം ഇവിടെ വന്ന് രക്ഷിച്ചതല്ല. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് അവൻ തന്റെ ജനത്തെ, ഈ ജനം ആരുടെയാ? അവന്റെതാ. ആരുടെ? പിതാവായ ദൈവത്തിന്റെയാ. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവൻ യേശു എന്ന് പേരിടണം. അപ്പൊ പിതാവായ ദൈവം തന്റെ ജനത്തെ രക്ഷിക്കാൻ പോകുന്നതുകൊണ്ട് വലത്തുവഴിയിൽ നിന്ന് പുത്രനെ വിട്ടിട്ട്, എടാ മോനെ, ഞാൻ പ്രായമൊക്കെ ആയിട്ട് താടിയൊക്കെ നരച്ച് ഇവിടെ സിംഹാസനത്തിൽ ഇരുന്നോളാം, നീ ഒരു കാര്യം ചെയ്യ്, നീ പോയി ചാകടാ എന്ന് പറഞ്ഞ് തന്റെ അടുത്തിരുന്ന പുത്രനെ അങ്ങോട്ട് തള്ളിവിട്ടെന്നല്ല അതിന്റെ അർത്ഥം. ആണോ? സൃഷ്ടിതാവായ ഏകദൈവം തന്നെ ജഡത്തിൽ വെളിപ്പെട്ടു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ചെയ്ത മഹത്വത്തെ എത്ര ലഘൂകരിച്ചാണ് ഈ പെന്തക്കോസുകാർ ഉൾപ്പെടെയുള്ള തൃത്തക്കാർ കാണുന്നത്. സൃഷ്ടിതാവായ ദൈവം തന്നെ വേഷത്തിൽ മനുഷ്യനായി കടന്നു വന്ന്, ആ സൃഷ്ടിതാവായ ദൈവം തന്നെ നമുക്ക് വേണ്ടി രക്ഷയ്ക്കുള്ള പദ്ധതി ഒരുക്കിയപ്പോൾ അത് തൃത്വത്തിൽ രണ്ടാമന് അങ്ങ് വിട്ടുകൊടുത്തു. തൃത്വത്തിൽ രണ്ടാമൻ എന്നുള്ള വാക്ക്, തൃത്വത്തിൽ രണ്ടാമനായ യേശു നമുക്ക് വേണ്ട. തൃത്വത്തിൽ രണ്ടാമനായ യേശുവിനെ ക്രിസ്ത്യാനിക്ക് വേണ്ട. തൃത്വത്തിൽ രണ്ടാമനായ യേശു ബൈബിളിൽ യേശു അല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ഈ കുഞ്ഞാടിനെ കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചു പോകുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് 1-2 വാക്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. വെളിപ്പാട് 5:8 വായിച്ചേ. കുഞ്ഞാടിന്റെ മുമ്പാകെ വീണു. അതായിട്ട് വായിച്ചു. പുസ്തകം വാങ്ങുവാനും ആ ആ ആ ആ ആ ആ ആ ആ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മുഖമാകത്തിലും ഏറിയ ദൂതന്മാർ ശബ്ദം കേട്ടു. അവർ അത്യുച്ചത്തിലും ആർക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബഹുമാനവും ബലവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. ആര് യോഗ്യൻ? കുഞ്ഞാട് എന്തിനു യോഗ്യൻ? സ്തോത്രത്തിനും ബഹുമാനത്തിനും മഹത്വത്തിനും യോഗ്യൻ. അങ്ങനെയല്ല പറയുന്നത്. അത് മറിക്കാതെ യെശയ്യാവ് അത് മറിച്ച് കളയും. യെശയ്യാവ് 42:8 ഒന്ന് വായിച്ചേ. 42:8. ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തനും വിട്ടുകൊടുക്കില്ലെന്ന് യഹോവയായ ദൈവം പറയുകയാണ്. മഹത്വം ഒരുത്തനും വിട്ടുകൊടുക്കുകയില്ല. അങ്ങനെയെങ്കിൽ പിതാവായ ദൈവം പറയുക, എൻ്റെ മഹത്വം ഞാൻ ഒരുത്തനും വിട്ടുകൊടുക്കുകയില്ല, ഒരുത്തനും വിട്ടുകൊടുക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഈ പിതാവും പുത്രനും 2 വ്യക്തികളാണെങ്കിൽ പിതാവായ ദൈവം വ്യാജം പറഞ്ഞതായിട്ട് വരില്ലേ? എൻ്റെ മഹത്വം ഞാൻ ഒരുത്തനും കൊടുക്കുക എന്ന് പറഞ്ഞിട്ട്
ഈ തൃത്വത്തിൽ രണ്ടാമനായ പുത്രന് മഹത്വം മുഴുവൻ വിട്ടുകൊടുക്കുന്നതായിട്ടാണല്ലോ വെളിപ്പാട് പുസ്തകം വായിച്ചത്. ബലവും ധനവും മാനവും മഹത്വവും. ഞാനിത് ഇപ്പൊ പറഞ്ഞപ്പോ ഒരു കാര്യം ഓർക്കുക. ഞാനിത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ ആരാധനയിൽ ഒരു സംഭവം നടന്നു. എന്താ? സിഷ് ആണ് ആ പാട്ട് പാടി. ഏതാ? ദൈവകുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന് മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത്. സ്തുതിച്ചിടാം വെള്ളത്തിൻ ഇരച്ചിൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. സ്തുതിച്ചിടാം വെള്ളത്തിൻ ഇരച്ചിൽ പോൽ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. ദയ ലഭിച്ചോർന്നാം സ്തുതിച്ചിടുവോ അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യ രാഗമം ഗീതങ്ങളാലേ അവനെ നാം പുകഴ്ത്തിയിടാം. ഹല്ലേലൂയ. ദൈവകുഞ്ഞാട് ആരാധനയ്ക്ക് യോഗ്യനെന്ന്, മഹത്വത്തിന് യോഗ്യനെന്ന് വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ പിതാവ് പറയുക, എന്റെ മഹത്വം മറ്റൊരുത്തന് കൊടുക്കയില്ല. അങ്ങനെയെങ്കിൽ ഈ കുഞ്ഞാട് എന്നുള്ളത് മറ്റൊരുത്തനല്ല. ഈ കുഞ്ഞാട് എന്നുള്ളത് ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ തന്നെ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാനുള്ള ഒരു രക്ഷണ്യ പദ്ധതിയാണ്. ഹല്ലേലൂയ. ആ രക്ഷണ്യ പദ്ധതിയാണ് സിംഹാസനത്തിന് നടുവിൽ, ദൈവത്തിന്റെ ചിന്തയുടെ ആ നടുവിൽ, ദൈവത്തിന്റെ പദ്ധതിയുടെ ഏറ്റവും 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 വലിയത് ഈ രക്ഷ തന്നെയാണ്. ആ രക്ഷയിലേക്കാണ് ദൈവം നമ്മളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അതിന് ഏറ്റവും യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വരാനുള്ള അതിൻ്റെ ഏറ്റവും അതിപ്രധാനമായിട്ടുള്ള കാരണം എന്താ? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം. അപ്പം ഈ കുഞ്ഞാട് എവിടെ ഇരിക്കുന്നത്? സിംഹാസനത്തിന്റെ നടുവിലാണ്. ഞാനത് വിശദീകരിക്കാം. കാരണം ഈ ദൈവവും കുഞ്ഞാടും രണ്ട് വ്യക്തികളല്ല എന്ന് തന്നെ നമുക്ക് വിശുദ്ധ ബൈബിളിലൂടെ മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. അപ്പം ആരാധനയ്ക്ക് 1000 ദൂതന്മാര് ഹല്ലേലൂയ ആരാധിക്കുന്ന ആരാധനയുടെ മധ്യത്തിൽ വേറെ ഒരു ഗ്രൂപ്പിനെ അവിടെ പറയുന്നുണ്ട്. 4 ജീവികളും ആരാധിക്കുന്നുണ്ട്, ഇല്ലേ? അത് ഞാനിപ്പോ വിശദീകരിക്കുന്നില്ല. 24 മൂപ്പന്മാരും ആരാധിക്കുന്നുണ്ട്. ആരാ 24 മൂപ്പന്മാര്? പറഞ്ഞു. 12 അപ്പോസ്തലന്മാരുടെ ആരും പഴയ നിയമ ഗോത്രപിതാക്കന്മാർ 12 ഗോത്രപിതാക്കന്മാരും 12 അപ്പോസ്തലന്മാര് എന്ന് പറഞ്ഞാൽ ദൈവസഭയുടെ പ്രതിനിധികളാണ് 12 അപ്പോസ്തലന്മാര്. അപ്പം ദൈവസഭയുടെ പ്രതിനിധിയും അല്ലെങ്കിൽ ദൈവസഭയ്ക്കും ആരാധനയ്ക്ക് യോഗ്യനായ ഒരുവനുണ്ട്. അവൻ കുഞ്ഞാട് മാത്രമാണ്, അറുക്കപ്പെട്ട കുഞ്ഞാട്. ഹല്ലേലൂയ. ഇവിടെ യേശുവിനെ ദൈവമല്ല എന്ന് പറഞ്ഞ് ആരാധിക്കരുത് എന്ന് വിലക്കുന്ന ശക്തികൾ ഇവിടെ ഉള്ളപ്പോ യേശു ക്രിസ്തു മാത്രമാണ് യെശയ്യാ പ്രവചനം 9:6 പറയുന്ന വീരനാം ദൈവവും നിത്യപിതാവും, തീത്തോസ് 2:12 പറയുന്ന മഹാദൈവവും നമ്മുടെ രക്ഷിതാവും, വെളിപ്പാട് 1:7 പറയുന്ന സർവശക്തിയുള്ള ദൈവമായ കർത്താവ് യേശു ക്രിസ്തു മാത്രമെന്ന് പറയുമ്പോൾ വളരെ അഭിമാനത്തോട് ഹല്ലേലൂയ കരങ്ങൾ ഉയർത്തിക്കൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ട് അവനെ മഹത്വപ്പെടുത്തുവാൻ, അവനെ ആരാധിക്കുവാൻ ദൈവം എനിക്കും നിങ്ങൾക്കും ഭാഗ്യം തന്നു ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ ദൈവം എത്ര നല്ലവനാ. നമ്മൾ പൊട്ടന്മാരൊന്നുമല്ല. ഈ ലോകത്തിൽ ജ്ഞാനം ഒരല്പം കുറവായിരിക്കാം, ലോകപ്രകാരമുള്ള ജ്ഞാനത്തിൽ അല്പം കുറവുണ്ടായിരിക്കാം. പക്ഷേ യഥാർത്ഥ സത്യ ദൈവത്തെ കണ്ടുമുട്ടിയ വിഷയത്തിന്മേലും ആരാധിക്കുന്ന വിഷയത്തിന്മേലും നമുക്ക് ഒരു അബദ്ധവും പറ്റിയിട്ടില്ല. ഹല്ലേലൂയ. അപ്പോ 1000 10,000 ദൂതഗണങ്ങൾ ആരാധിക്കുന്നു, ദൈവസഭ ആരാധിക്കുന്നു, 4 ജീവികൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ ആരാധനയ്ക്ക് യോഗ്യനാരാ? ഒന്നുകൂടെ മനസ്സിലാക്കി ഞാൻ തരാം. വെളിപ്പാട് പുസ്തകം 22:1 വായിച്ചേ. 22:1 നമ്മളത് പലപ്പോഴും ചിന്തിച്ചുള്ള ഭാഗമാണ്. വായിച്ചു. വീതിയുടെ നടുവിൽ, ആ ഒറ്റ വാക്കിൽ തന്നെ ദൈവവും കുഞ്ഞാടും 2 വ്യക്തികളല്ല എന്ന് വ്യക്തം. വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനങ്ങളിൽ നിന്നല്ല,
സിംഹാസനത്തിൽ നിന്ന് ദൈവത്തിന്റെ കുഞ്ഞാടിന് ഒറ്റ സിംഹാസനം മതിയെന്നേ. ആത്മാവായ ദൈവത്തിന്റെ നടുവിലാണ് ഈ കുഞ്ഞാടുള്ളത്. ആത്മാവായ ദൈവത്തിന്റെ ചിന്തയിലാണ്, അവന്റെ പദ്ധതിയിലാണ് ഈ കുഞ്ഞാടുള്ളത്. ഇവിടെയും കാണുന്നത് ദൈവത്തിന്റെ കുഞ്ഞാട് സിംഹാസനത്തിൽ നിന്ന് വായിച്ചു പുറപ്പെടുന്നതായി കാണിച്ചു. യാതൊരു ശാപവും ഇനി ഉണ്ടാകുകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനങ്ങളല്ല, രണ്ട് വ്യക്തികളാണെങ്കിൽ സിംഹാസനങ്ങൾ ഇരിക്കണം. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിലിരിക്കും. അവന്റെ ദാസന്മാർ അവരെയല്ല, അവനെ ആരാധിക്കും. ആരെ ആരാധിക്കും? ദൈവവും കുഞ്ഞാടുമായവനെ. ഹല്ലേലൂയ. നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ് അല്ലേ? ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു, അന്നു ഞങ്ങൾ മുഖം കണ്ടു ആരാധിച്ചിടും. ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കും, അന്നു ഞങ്ങൾ ആരാധിക്കുന്നേ. ആത്മനാഥൻ യേശുവിനെ ആരാധിക്കുന്നേ, ആരാധിക്കുന്നേ ഞങ്ങൾ. ഹല്ലേലൂയ. നമുക്കറിയാം ഈ കുഞ്ഞാട് സ്തുതികൾക്ക് യോഗ്യനാണ്. കുഞ്ഞാടെന്ന് പറയുമ്പോൾ അവിടെ ആരുണ്ട്? ദൈവവുമുണ്ട്. ദൈവവും കുഞ്ഞാടുമായവനാ. കുഞ്ഞാടെന്ന് പറഞ്ഞാൽ ആത്മാവായ ദൈവത്തിന്റെ രക്ഷണ്യ പദ്ധതിയെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു പദ്ധതിയെ എടുത്ത് മറ്റൊരു വ്യക്തിയാക്കി തീർക്കുന്ന ആ ദുരന്തം വലിയ അപകടം നിറഞ്ഞതാണ്. ഹല്ലേലൂയ. ഇനി ഈ കുഞ്ഞാടിനെ നമുക്കൊന്നുകൂടെ ഒന്ന് വായിക്കാം. അടുത്ത ഒരു ഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 7:17 തന്നെ വായിച്ചു. നമ്മൾ മുമ്പേ വായിച്ചതാ. വെളിപ്പാട് 7:17. മതി. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട്, നടുക്കിരിക്കുന്ന ഈ കുഞ്ഞാട് എന്ത് ചെയ്യുന്ന മേയ്ക്കുന്നവനാണെന്ന്. മേയ്ക്കുന്ന ആരുടെ പരിപാടിയാ? ഇടയന്റെ പരിപാടി. ബൈബിൾ പറയുന്ന ഇടയൻ ആരാ? യഹോവ എന്റെ ഇടയനാകുന്നു. യഹോവയല്ലാതെ ഒരു ഇടയനില്ല. അങ്ങനെ ഇരിക്കുന്നതാണ്ട് വേറൊരു ഇടയൻ വന്നിരിക്കുന്നു. ആരാ? കുഞ്ഞാട്. അപ്പോൾ ഇവൻ ആരാ? ഇവൻ കുഞ്ഞാടായിരിക്കുമ്പോൾ തന്നെ ഇവനാണ് നമ്മളെ മേയ്ക്കുന്ന യഹോവയായ നല്ലിടയൻ. ഹല്ലേലൂയ. യഹോവ എന്റെ ഇടയനാകുന്നു. യഹോവയല്ലാതെ ഒരു ഇടയനില്ല എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നല്ല ഇടയനാകുന്നു എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തന്റെ ജീവന്. ഈ നല്ല ഇടയനായ യഹോവ തന്നെയാണ് ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കാനുള്ള പദ്ധതിയും ഇട്ടത്, കുഞ്ഞാടായി വന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവത്തിന്റെ വചനത്തെ മാറ്റിക്കൊട്ടിക്കളയുന്ന ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം ഇതൊന്ന് അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. അവനെ ആരാധിക്കേണ്ട വിധത്തിൽ ആരാധിച്ചാൽ കൊള്ളാമായിരുന്നു. അവന് കൊടുക്കേണ്ട മഹത്വം കൊടുത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് നമ്മൾ അതിയായി ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സന്ദേശങ്ങളൊക്കെ അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ജീവനുള്ള കാലത്തോളം അവസാന ശ്വാസം തീരുന്നത് വരെ നമുക്ക് പറയാനുള്ള സത്യവിധയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ മേയ്ക്കുന്നവനാണ്. യഹോവ എന്റെ ഇടയനാകുന്നു. ഹല്ലേലൂയ. ഇനി അടുത്ത് വെളിപ്പാട് 7:14 വായിച്ചേ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു.
അപ്പോൾ നമ്മളെ ശുദ്ധീകരിക്കുന്നതും കുഞ്ഞാട് തന്നെയാ. ഹല്ലേലൂയ. ശുദ്ധീകരിക്കുന്ന ദൈവത്തിന്റെ സ്ഥാനത്ത് തന്നെ ഇവിടെ പ്രവർത്തിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹല്ലേലൂയ. 7:14 ഒന്നുകൂടെ വായിക്കാം. ശുദ്ധീകരിക്കുന്ന കുഞ്ഞാട്. നമുക്ക് വെളിപ്പാട് പുസ്തകം 14:1 വായിച്ചേ. പിന്നെ ഞാൻ സിയോൻ മലയിൽ അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും. ഈ മലയാളത്തിൽ കുറച്ച് തെറ്റുകൾ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇംഗ്ലീഷ് അറിയത്തില്ലെങ്കിലും അതിന്റെ അർത്ഥങ്ങൾ പൂർണ്ണമായിട്ട് അറിയാവുന്നവർ നമ്മുടെ ഇവിടെ ഉണ്ടല്ലോ. എനിക്ക് എല്ലാ അർത്ഥങ്ങളും വ്യക്തമായിട്ട് അറിയത്തില്ല. ഇംഗ്ലീഷിന്റെ വിഷയത്തിൽ ഒരല്പം പരാജയം എനിക്കുണ്ട്. വായിച്ചാൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇംഗ്ലീഷിൽ പ്രസംഗിക്കാനൊന്നും അറിയത്തില്ല. ഇവിടെ ഞാൻ അത് 14:1 വായിച്ചത്. ഇംഗ്ലീഷിൽ ഞാനൊന്ന് വായിക്കാം. പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന 144,000 പേര് നിൽക്കുന്നത് കണ്ടു. ഇംഗ്ലീഷ് എങ്ങനെയാണ്? ആൻഡ് ഐ ലുക്ക്ഡ് ആൻഡ് a lamb stood on the Mount Zion, and with him 144,000 having his father's name written in their foreheads. Hallelujah. അവിടെ പിതാവിന്റെ നാമവും പുത്രന്റെ നാമവും ഒന്നും പറയുന്നുണ്ടോ ഇംഗ്ലീഷിൽ? ആരുടെ നാമവുന്നാ? പിതാവിന്റെ നാമം എഴുതിയിരിക്കുന്ന പറഞ്ഞിരിക്കുന്നത്. നോക്കണം, മലയാളത്തിൽ വന്നിട്ടുള്ള ഭാഷാന്തര പെശക് കണ്ടോ? ജനങ്ങൾ തെറ്റിദ്ധരിക്കും. ഇവിടെ സിയോൻ മലയിൽ ദൈവത്തിന്റെയും ഇവിടെ സിയോൻ മലയിൽ ഒന്നുകൂടെ വായിച്ചേ. അപ്പൊ സിയോൻ മലയിൽ നിൽക്കുന്നവൻ ആരാണ്? കുഞ്ഞാടാണ്. അവന്റെ നാമവും പിതാവിന്റെ നാമം എന്നുള്ള തെറ്റാണ്. പിതാവിന്റെ നാമം എന്നുള്ളതാണ് ശരി. ഹല്ലേലൂയ. കുഞ്ഞാട് എവിടെ നിൽക്കുന്നത്? സിയോൻ മലയിൽ. ഏതാ സിയോൻ മല എന്ന് പറയുന്നത്? ഏതാ സിയോൻ മല എന്ന് പറയുന്നത്? യെരുശലേം തന്നെയാ. പുതിയ നിയമ യെരുശലേം ഉണ്ട് കേട്ടോ. അത് രണ്ടും അതിനെ ഉദ്ദേശിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇനി നമുക്ക് അതിനോട് ചേർന്ന് സങ്കീർത്തനം 74:2 വായിച്ചേ. 74:2. നീ പണ്ടുപണ്ടേ സമ്പാദിച്ച നിന്റെ സഭയെയും നീ വീണ്ടെടുത്ത നിന്റെ അവകാശ ഗോത്രത്തെയും നീ വസിച്ചു പോകുന്ന സിയോൻ പർവ്വതം. ആര് വസിച്ചു പോകുന്ന സിയോൻ പർവ്വതം? യഹോവ വസിച്ചു പോകുന്ന സിയോൻ പർവ്വതം. അവിടെ ഇപ്പൊ നിൽക്കുന്നതാരാ? കുഞ്ഞാട്. യഹോവയും ഈ കുഞ്ഞാടും രണ്ട് വ്യക്തികളാണോ? അല്ല. യഹോവയായ ദൈവം രക്ഷകനായി വന്നവൻ തന്നെയാണ് യേശു ക്രിസ്തു. യഹോവയായ ദൈവം കുഞ്ഞാടായി വന്നവനെന്ന് ചിന്തിക്കാം. അപ്പം സിയോൻ മലയിൽ പർവ്വതത്തിൽ നിൽക്കുന്നത് ആരാ? യഹോവയായ ദൈവമാണ്. ഇവിടെ നമ്മൾ ആ സ്ഥാനത്ത് ആരെയാ കാണുന്നത്? നമ്മുടെ കുഞ്ഞാടിനെ. അപ്പൊ അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. 1000 ദൂതന്മാര് കുഞ്ഞാടിനെ ആരാധിക്കുന്നു. 4 ജീവികൾ കുഞ്ഞാടിനെ ആരാധിക്കുന്നു. 24 മൂപ്പന്മാര് അല്ലെങ്കിൽ പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമ വിശുദ്ധന്മാരും ആരെ ആരാധിക്കുന്നു? കുഞ്ഞാടിനെ ആരാധിക്കുന്നു. അതുകൊണ്ടാണ് ദൈവ കുഞ്ഞാടാണ് യോഗ്യൻ, ആരാധനയ്ക്ക് യോഗ്യൻ എന്ന് എഴുതി പറയുക മാത്രമല്ല ആരാധിക്കാനുള്ള ഭാഗ്യവും കൂടെ നമുക്ക് കിട്ടി. ഒരു പ്രത്യേക വിളിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഹല്ലേലൂയ. 87:1 വായിച്ചേ. 87:1. യഹോവ വിശുദ്ധ പർവ്വതത്തിൽ സ്ഥാപിച്ച നഗരത്തെ സിയോന്റെ പടിവാതിലുകളിൽ തന്നെ
സകല നിവാസങ്ങളെക്കാളും ആ അധികം സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ യഹോവ വസിക്കുവാൻ തിരഞ്ഞെടുത്ത പർവ്വതത്തിൽ യഹോവ നിൽക്കുമ്പോൾ പറയുകയാണ്, സിയോൻ മലയിൽ ദൈവത്തിന്റെ കുഞ്ഞാടിനെ കാണുവാൻ കഴിയുന്നു. എത്ര ശ്രേഷ്ഠമായിട്ടുള്ള പദവിയാ. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കാണാൻ കഴിയുന്നത് പിതാവിനെയും പുത്രന്റെയും രണ്ട് വ്യക്തികളെ ഒന്നും കാണാൻ പറ്റില്ല. അങ്ങനെ ആഗ്രഹിച്ച് ആരും അങ്ങോട്ട് ചെല്ലുകയും വേണ്ട. അവിടെ സിംഹാസനത്തിൽ ഒരുവനേ ഉള്ളൂ. സിംഹാസനം ഇരിക്കുന്നവനാരാ? ദൈവവും കുഞ്ഞാടുമായവരാ, ആത്മാവായ ദൈവത്തിന്റെ നടുവിൽ. അത് പഴയ നിയമത്തിലും അങ്ങനെ തന്നെയാ കാണുന്നത് കേട്ടോ. പഴയ നിയമത്തിലും എന്താ, ഒരു സിംഹാസനം കാണുന്നു. വായിക്കണ്ട, യെഹെസ്കേൽ 1-ാം അധ്യായത്തിന്റെ 1 മുതൽ വായിക്കുമ്പോൾ 26ഉം 27ഉം വാക്യം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് എന്തുവാ? അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം, അതിന് നടുവിൽ ഒരു മനുഷ്യരൂപം. ആ മനുഷ്യരൂപത്തിന് 2 കളറുണ്ട്. ഒന്ന് കടും ചുവപ്പ്, മറ്റൊന്ന് അതിവെണ്മ. അതാണ് വെണ്ണയും ചുവപ്പുള്ളവൻ സിംഹാസനത്തിന് നടുവിലിരിക്കുന്നതായിട്ട് വെളിപ്പാട് പുസ്തകം പറയുന്നത്. ഇത് പഠിക്കേണ്ട പോലത്തെ പഠിച്ചു വന്നാൽ നമ്മൾ എത്ര ഭാഗ്യമുള്ളവരാണ്. നമുക്ക് ലോകത്തിലൊന്നുമില്ലെങ്കിലും ഒന്നും കണ്ടിട്ടല്ല നമ്മുടെ വിശ്വാസത്തിന്റെ ആരംഭം. സ്വർഗത്തിലെ കർത്താവ് നമ്മളെ വചനം പഠിപ്പിക്കേണ്ട വിധത്തിൽ പഠിപ്പിച്ചു. മറ്റൊരു പണ്ഡിതന്റെയും അഭിപ്രായ പ്രകാരമല്ല നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത്. നമുക്കതിന്റെ ആവശ്യമില്ല. സ്വർഗത്തിലെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന യാഥാർത്ഥ്യം പരിശുദ്ധാത്മാവിനാൽ നമുക്ക് കർത്താവ് നൽകുകയാണ്. ഒരു വാക്യം കൂടെ വായിച്ചേ, ഇരമ്യാ 8:19 വായിച്ചേ. ഞാൻ പെട്ടെന്ന് നിർത്താം. മ്ലേച്ഛത പ്രവർത്തിച്ചത് കൊണ്ട് അവർ ലജ്ജിക്കേണ്ടി വരും. ഏകനെ 2ആയിട്ട് വെട്ടിമുറിക്കുന്ന മ്ലേച്ഛത ഉണ്ടല്ലോ, അവർ ലജ്ജിക്കേണ്ടി വരും. അവർ ലജ്ജിച്ചിട്ടുമില്ല, താണോ അറിഞ്ഞിട്ടുമില്ല. പിന്നെ എട്ടിന്റെ 19 കേട്ടോ, ദൂരദേശത്ത് നിന്ന് എന്റെ ജനത്തിന്റെ പുത്രി സിയോനിൽ ആര് വസിക്കുന്നു? യഹോവ വസിക്കും. വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ആരാ വസിക്കുന്നത്? കുഞ്ഞാട് വസിക്കുന്നു. സിയോനിൽ യഹോവ വസിക്കുന്നില്ലയോ? അവളുടെ സിയോൻ പുത്രിയുടെ രാജാവ് അവിടെ ഇല്ലയോ? സിയോൻ ഇസ്രായേലിന്റെ രാജാവ് ആരാ? യഹോവയാണ്. ആ രാജാവ് എങ്ങനെ വന്നു? ജഡത്തിൽ വെളിപ്പെട്ട് വന്നവനാണ് യേശു ക്രിസ്തു. അതിലെ യഹൂദന്മാരുടെ ഇസ്രായേലിന്റെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് യേശുവിന്റെ ജനത്തിൽ ചോദിച്ചു. ഹല്ലേലൂയ. വായിച്ചോ, വായിച്ചോ. അവിടെ ഒരുവരെ പറയുന്നുള്ളൂ. അന്യദേശത്തിലെ വിദ്യാമൂർത്തികളെ കൊണ്ടുവന്ന് ഒരുത്തനെ ഇടത്ത് നിർത്തി വലത്ത് നിർത്തി ആകപ്പാടെ കൊളവാക്കി ഒരു 3 എണ്ണത്തിനെ കൊണ്ടുപോയി ദൈവത്തെ കോപിപ്പിക്കുക അവര് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യഹോവയായ ദൈവം പറഞ്ഞു, ഇസ്രായേലെ കേൾക്കാം, യഹോവ ഏകൻ തന്നെ, ദൈവം ഏകനാണെന്ന് പറയുമ്പോൾ അല്ല കർത്താവേ നിനക്ക് തെറ്റുപറ്റി, നിങ്ങൾ 3 പേരുണ്ട് എന്ന് പറഞ്ഞ് ദൈവത്തോട് തർക്കിക്കുന്ന ഇവിടുത്തെ ക്രൈസ്തവ പണ്ഡിതന്മാരെ ഓർത്ത് ദുഃഖിക്കുകയല്ല. എന്ത് ചെയ്യാനാ? ദൈവം പറഞ്ഞത് ഞാൻ ഒരുത്തനേ ഉള്ളൂ. അപ്പൊ ഇവർ പറയല്ല 3 പേരുണ്ട്. ആ 3 പേർക്ക് ഇവർ കണ്ടുപിടിച്ചിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. അത് 3 ദൈവങ്ങളാണ്. ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും, പിതാവെന്ന് പറഞ്ഞാൽ നമ്മളെ പോലൊരു പിതാവല്ല. എങ്ങനെ പിതാവ് എന്നുള്ള പേര് വന്നത്? സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ. എന്താ തെളിവ്? ആ തെളിവും കൂടെ കൊടുക്കണ്ടേ? എന്താ? മലാക്കി 2:10 വായിച്ചേ. മലാക്കി 2:10. നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്. സൃഷ്ടിയോടുള്ള ബന്ധത്തിലാ പിതാവ് എന്നുള്ള പേര് വന്നത് അല്ലേ? നമുക്കെല്ലാവർക്കും ഒരു പിതാവല്ലോ ഉള്ളത്. ഒരു ദൈവം തന്നെയല്ലോ നമ്മെ സൃഷ്ടിച്ചത്. സൃഷ്ടിയോടുള്ള ബന്ധത്തിൽ അവൻ പിതാവായി വെളിപ്പെടുമ്പോൾ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ അവൻ പുത്രനായി വന്നു. ഇന്ന് അവൻ പരിശുദ്ധാത്മാവായി തന്റെ സഭയെ നയിക്കുന്നു. തന്റെ സഭയെ നയിക്കുക മാത്രമല്ല, നമ്മളെ അവൻ പഠിപ്പിച്ചോണ്ടിരിക്കുക പരിശുദ്ധാത്മാവായിട്ട്.
കാര്യങ്ങൾ നമുക്ക് മറ്റൊരുത്തന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. ബൈബിള് കുത്തിയിരുന്ന് പഠിക്കുകയും വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിയുമ്പോൾ അതിന്റെ ഒത്തുവാക്യങ്ങളൊക്കെ ദൈവം നമുക്ക് തന്നോളും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കുഞ്ഞാടപ്പെട്ടിരിക്കുന്നു, സിംഹാസനത്തിന്റെ നടുവിലിരിക്കുന്നു. ഇപ്പം തന്നെ നിർത്താം, ക്ഷീണമുണ്ട് എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. ഒരു നീണ്ട സമയമാണ് നമ്മൾ എടുത്ത്, സാരമില്ല, കുഴപ്പമില്ല. കുഞ്ഞാട് സിംഹാസന നടുവിലിരിക്കുന്നു. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. അവനെയാണ് സൈന്യങ്ങൾ മുഴുവൻ ആരാധിക്കുന്നത്. ഹല്ലേലൂയ, സൈന്യങ്ങൾ, സ്വർഗീയ സൈന്യങ്ങൾ മുഴുവൻ നിരനിരയായിട്ട് നിന്ന് ഒരു ലജ്ജയുമില്ലാതെ ആരാധിക്കുക. മൂപ്പന്മാർ 24 പേരും യാതൊരു ലജ്ജയുമില്ലാതെ കുഞ്ഞാടിനെ ആരാധിക്കുക. ഹല്ലേലൂയ, 4 ജീവികൾ യാതൊരു ലജ്ജയുമില്ലാതെ ആരാധിക്കുക. ഹല്ലേലൂയ. അപ്പോഴാണ് ചിലർക്കൊക്കെ യേശുവിനെ ആരാധിക്കട്ടെന്ന് പറഞ്ഞ് ലജ്ജ തോന്നുന്നതാണ്. യേശുവിന്റെ പേര് പറയുമ്പോൾ നാണം വരുന്നു. നമുക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഹല്ലേലൂയ. ഒരു വാക്യം കൂടെ വായിച്ചേ, മീക 2:4-2 വായിച്ചേ. ഹല്ലേലൂയ. അനേക വംശങ്ങളിൽ നിന്ന് ആ വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്കും ആ യാക്കോബിന്റെ ദൈവത്തിന്റെ ആലയത്തിലേക്കും കയറിച്ചെല്ലാം. ആ അവൻ നമുക്ക് തന്നെ വഴികൾ ഉപദേശിച്ചു തരികയും ആ നാം അവന്റെ പാതകൾ നടക്കുകയും ചെയ്യും. മതി. ദൈവം സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും. നമ്മുടെ സഭ എവിടെ ആരംഭിച്ചത്? യെരൂശലേമില്ല. യെരൂശലേമിൽ നിന്നാണ് ഉപദേശം വരുന്നത്. ഇത് മറ്റുള്ള ആൾക്കാരുടെ ഉപദേശം എവിടുന്ന് വന്നതാ? ബാബിലോണിൽ നിന്ന് വന്നതാ. നമ്മുടെ സഭ എവിടെ ആരംഭിച്ചത്? യെരൂശലേമില. ഇത് യെരൂശലേമിൽ തുടങ്ങണമെന്ന് പറഞ്ഞു. യെരൂശലേമിലാണ് തുടങ്ങിയത്. മാനസാന്തരവും പാപമോചനവും യെരൂശലേമിൽ തുടങ്ങണമെന്ന് പറഞ്ഞു. ആ യെരൂശലേമിൽ ആരംഭിച്ചു. അതിന്റെ പിന്തുടർച്ചയാണ് നമ്മൾ. ബാബിലോണിൽ തുടങ്ങിയതിന്റെ പിന്തുടർച്ചയാണ് ഇന്ന് കാണുന്ന കത്തോലിക്ക സഭ ഉൾപ്പെടെ അതിന്റെ പുത്രി സംഘടനകളായിരിക്കുന്ന ബെന്തക്കോസുകാരുമെല്ലാം ബാബിലോണിൽ നിന്ന് ഉത്ഭവിച്ചതിന്റെ പിന്തുടർച്ചയാണ്. 2-3 വാക്യം കൂടെ പറഞ്ഞില്ലെങ്കിലേ, വായിക്കുന്നേ ഉള്ളൂ, പറഞ്ഞില്ലെങ്കിൽ ഇത് പൂർത്തിയാകുകയില്ല. അതുകൊണ്ട് പെട്ടെന്ന് വായിച്ചു. വെളിപ്പാട് 17-14 കൂടെ വായിക്കേ. വെളിപ്പാട് 17-14. കുഞ്ഞാട് ആരൊക്കെ എന്താണെന്നൊന്ന് മനസ്സിലാക്കട്ടെ. അവർ കുഞ്ഞാടിനോട് പോരാടും. ആര്? എടാ, കർത്താവ് യഹോവയല്ലേ? താൻ കർത്താവെന്ന് ബൈബിള് പറയുന്നു. കുഞ്ഞാട് താൻ കർത്താവും രാജാവും. കുഞ്ഞാട് രാജാവും. രാജാവ് യഹോവയല്ലേ? ആ യഹോവയല്ലേ? ഇവിടെ കുഞ്ഞാട് രാജാവെന്ന്. ആ ഹല്ലേലൂയ. മനസ്സിലായോ? നമ്മുടെ കർത്താവ് ആരാ? നമ്മുടെ കുഞ്ഞാടാരാ? അവൻ രാജാവാണ്. അവൻ കർത്താവാണ്. അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. 1000-10,000 കോടാനുകോടി ദൂതന്മാരുടെ ആരാധനാമൂർത്തിയാണ്. ദൈവത്തിന് സ്തോത്രം. അതുപോലെ തന്നെ അവൻ ദൈവസഭയുടെ ആരാധനാ വിഷയമാണ്. ദൈവസഭയുടെ ആരാധനാ കേന്ദ്രമാണ് ഈ കുഞ്ഞാട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ 21-22 വായിക്കുമ്പോൾ അവൻ മന്ദിരമാണ്. കുഞ്ഞാട് മന്ദിരമാണെന്ന്. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം കൂടെ അങ്ങ് പറയാം. ഹല്ലേലൂയ. കുഞ്ഞാടും മന്ദിരമാകുന്നു. മന്ദിരമാണ്, മന്ദിരങ്ങളല്ല. യെശയ്യാവ് 54:4 വായിച്ചേ. ആദ്യം വെളിപ്പാട് 19:7 വായിക്കണം കേട്ടോ. വെളിപ്പാട് 19:7. എല്ലാവർക്കും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. നാം സന്തോഷിച്ചുല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. ആരുടെ കല്യാണമാ? കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ എന്ന്. ആരുടെ കാന്ത? കുഞ്ഞാടിന്റെ കഥ. മണവാളൻ ആരാ? കുഞ്ഞാട് മണവാളൻ. കുഞ്ഞാട് രാജാവ്. കുഞ്ഞാട് കർത്താവ്. കുഞ്ഞാട് ആരാധനയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ. മണവാളൻ ആരാ? കുഞ്ഞാട് മണവാളനാണെന്ന്. യഥാർത്ഥ മണവാളനെ കുറിച്ച് ബൈബിൾ പറയുമ്പോൾ ആ മണവാളൻ പഴയ നിയമത്തിൽ ആരാ? ഈ കുഞ്ഞാടാകുന്ന മണവാളൻ പഴയ നിയമത്തിൽ ആരാ? അതാണ് യെശയ്യാവ് 54:4 വായിച്ചു. പ്രമിക്കേണ്ട.
നിങ്ങൾ നാണിച്ചു പോകുകയില്ല. ആ ഓർക്കുകയില്ല. ആ സൃഷ്ടാവ് തന്നെയാണെന്ന് ഭർത്താവ്. ആ സൈന്യങ്ങൾ യഹോവ എന്നാകുന്നു അവന്റെ നാമം. സൃഷ്ടാവ് തന്നെയാണ് ഇവിടെ മണവാളൻ. ആ സൃഷ്ടാവ് തന്നെയാണ് ഇവിടെ മണവാളനായിട്ട് വരുന്ന ദൈവ കുഞ്ഞാട്. ആ സൃഷ്ടാവ് തന്നെയാണ് ഇവിടെ മണവാളനായിട്ട് വരുന്ന ക്രിസ്തു എന്ന ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന്. വായിക്കണ്ട 2 കൊരിന്ത്യർ 11:2 ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സാത്താൻ ഹവ്വയെ വഞ്ചിച്ചതുപോലെ നിങ്ങളുടെ നിർമ്മല മനസാക്ഷിയെ ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. നമുക്കൊരു മണവാളനേ ഉള്ളൂ. അത് പഴയ നിയമത്തിൽ യഹോവയും പുതിയ നിയമത്തിൽ കുഞ്ഞാടും അല്ലെങ്കിൽ യേശുവുമാണ്. നമുക്കൊരു ദൈവമേ ഉള്ളൂ. അത് പഴയ നിയമത്തിൽ യഹോവയും പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവുമാണ്. നമുക്കൊരു കർത്താവേ ഉള്ളൂ. അത് പഴയ നിയമത്തിൽ കർത്താവ് യഹോവയും പുതിയ നിയമത്തിൽ കുഞ്ഞാടുമാണ്. ഹല്ലേലൂയ. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞാടായവരെ നമുക്ക് ആരാധിക്കാം. ദൈവ കുഞ്ഞാടവൻ യോഗ്യനാണ്. അവരെ ഹല്ലേലൂയ മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദം, സ്വർഗത്തിൽ അവിടെ കേൾക്കുന്ന ശബ്ദം ദൈവ കുഞ്ഞാട് ആരാധനയ്ക്ക് യോഗ്യൻ. ദൈവ കുഞ്ഞാട് ആരാധനയ്ക്ക് യോഗ്യൻ. നമുക്ക് ആ പാട്ട് ഒന്നുകൂടെ പാടാം. ഹല്ലേലൂയ. ഒന്നുകൂടെ പാടാം ആ പാട്ട്. ദൈവ കുഞ്ഞാടവൻ യോഗ്യനാണ്. മോക്ഷത്തിൽ കേൾക്കുന്ന ശബ്ദമത് ദൈവ കുഞ്ഞാടവൻ യോഗ്യനെന്ന്. ആമേൻ. മോക്ഷത്തിൽ കേൾക്കുന്ന അവൻ സ്തുതിച്ചിടാം വെള്ളത്തിൻ പരിശുദ്ധയാം സഭേ. അവൻ സ്തുതിച്ചിടാം. ഹല്ലേലൂയ. ലഭിച്ചോർന്നാം സ്തുതിച്ചിടുവോം. അതിനു യോഗ്യൻ ക്രിസ്തുവത്രേ. മാധുര്യരാമം ഗീതങ്ങളാലെ അവനെ നാം പുകഴ്ത്തിടാം. അവൻ മാധുര്യ രാഗമാം